രാമ 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 ശ്രീശങ്കര സത്സംഗ സമിതിയുടെ ഓൺലൈനായിട്ടുള്ള രാമായണ മാസാചരണ പരിപാടിയിൽ ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവുമാണ്. എൻ്റെ പേര് അനിൽകുമാർ. എന്നോടൊപ്പം എൻ്റെ സഹധർമ്മിണി ശ്രീമതി രമാദേവി, എൻ്റെ മകൾ ലക്ഷ്മിപ്രിയ, എൻ്റെ കൊച്ചുമക്കളായിട്ടുള്ള കാശിനാഥ്, ജഗന്നാഥൻ, കൂടാതെ എൻ്റെ മകൻ രോഹിത് എന്നിവർ ചേർന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജം ഭുഭളസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി, വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം, വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം, ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം, വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ, ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ, നാരായണീ നമോസ്തുതേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം, വദാത്മജം ജ്ഞാനരയുദ്ധമുഖ്യം ശ്രീരാമദൂതം
പ്രപദ്യേ ശ്രീരാമദൂതം മനസാ സ്മരാമി ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. നീലാംബുധശ്യാമളകോമളാംഗം സീതാസമാരോപിതവാമഭാഗം പാണവോ മഹാസായകചാരുചാപം നമാമി രാമം രഘുവംശനാഥം. ഹലോ ഹലോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. അധ്യാത്മരാമായണം ബാലകാണ്ഡം ബാല്യവും കൗമാരവും. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതുമെല്ലെ വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകം ഉപനിച്ചിതു ബാലന്മാരെ. ശ്രുതികളോടു പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായത് പാർത്താൽ എന്തൊരത്ഭുതം. അവ പാഠവുമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രപത്രോത്ഭവതനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ. ധനുർവേദാംഭോ നിധിപാരകന്മാരായി വന്നു തനയന്മാരെന്നത് കണ്ടോരു ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവ്യസേവക ഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാർ. അതുപോലെ കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി പ്രത്യേക ഭാവം കൈക്കൊണ്ടാർ അനുദിനം. രാഘവനതു കാലമേകതാ കൗതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരഗ്രഥമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്ന് ബാണതൂണീര ഖഡ്ഗാദ്യായുധങ്ങളും പൂണ്ടു കാനനദേശേ നടന്നിടിനാൻ. നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ. ഹരിണ ഹരികരികരടി ഗിരിഗിരി ഹരിശാർദൂലാദികൾ അമിതവന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു. ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും യുഷശുദ്ധ്യായ കുളിച്ചൂത്ത് ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ജനനാംബുജം വന്ദിച്ച് അനുജനോട് ചേർന്ന് ഓരോ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു. ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മനാമൃഷ്ട ഭോജനം കഴിച്ചത. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ട് നിർമ്മല ബ്രഹ്മാനന്ദലീന ചേത സാന്നിധ്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്തേവം ഭൂമിപാലകവൃത്തി കൈക്കൊണ്ടു വാണിയിട്ടിനാൻ. ചേതസാ വിചാരിച്ചു കാണിക്കലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനില്ലല്ലോ. ഏതുമേ ചെയ്യുന്നോനല്ലില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമം ഇതരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. വിശ്വാമിത്രന്റെ യാഗരക്ഷ. അകാലം വിശ്വാമിത്രനാക്കിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്ക് മാറെഴുന്നള്ളിയിടിനാൻ. രാമനായവനിൽ മായ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടു ഒരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞ ആശുവഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു. ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു. വിധിനന്ദനോടും ചെന്നെതിരേറ്റ് യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു. ഭക്തിയാ സസ്മിത മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ. അസ്മജ്ജന്മവും ഇന്ന് വന്നു സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാനിഹ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്ന സമ്പത്തും താനേ വരും. എന്തോ ഒന്ന് ചിന്തിച്ച്
എഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിൻ തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്യുവേൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തിടിനാൽ വിശ്വാസത്തോട് ദശരഥനോട് നേരം. മന്ദം പോയി ചില ദേശം കടന്നു ഒരനന്തരം മന്ദഹാസവും ചെയ്യും. വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തിടിനാൽ വിശ്വാസത്തോട് ദശരഥനോട് നേരം. ജ്ഞാനമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹു മുഖ്യന്മാരാം നക്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായ അവനീപതേ രാമദേവനെ അയക്കണം. പുഷ്കരോത്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലത് വന്നിടുക നിനക്ക് മഹീപതേ കല്യാണമതേ കരുണാതിഥേ നരപതേ. ചിന്താ ചഞ്ചലനായ പങ്ക്തിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തേ ചൊല്ലിയിടിനാൻ. എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ വസന്തിച്ചിടുവൻ അതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കുതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനേനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിടാൻ ഞാൻ അന്വയനാശം കൂടെ വരുത്തും. വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോൾ നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുൾ ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിത് വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവ്വജന്മം ചൊല്ലുവൻ ദശരഥ. മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യകേ എന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു. നിങ്ങൾ മുഹുരാത്മനി വിഷ്ണുപൂജ ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു. നീ വാങ്ങിക്കൊള്ളുവരമെന്നാൻ പുത്രനായി പിറക്കേണം എനിക്ക് ഭവാനും സത്വനപേക്ഷിച്ച കാരണം ഇന്ന് നാഥൻ പുത്രനായി പിറന്നതു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതതൃഘ്നന്മാർ ശങ്ക കൈവിട്ടുകൊണ്ടാലും. ഇനിയും നീ യോഗമായ ദേവിയും സീതയായി വിധലയിൽ യാഗവേലായാം അയോനിജയായി ഉണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും ഓർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്ന് തെരഞ്ഞിടണം നീ. എത്രയും ഗുഹ്യം ഇത് വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ച് യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം പൂട്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരികെ നരികെ ചേർത്ത് മാറണച്ചു ഗാഠം ഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസ്സിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോകുന്നെന്നുര ചെയ്താൻ. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനി നായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു. കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതോടീരവാണ ഖഡ്ഗമാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയും അയപ്പിച്ചു. ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണകുമാരാകിയാൽ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതിരിപ്പാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകൾ ഈ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ക്ഷുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവധം. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ല ഈ വഴിയാരുമേ ഇത് കാലം. കാടിത് കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരിവാണ് ഇടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല. ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി. കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമൻ. എല്ലാ ലോകവും ഒന്ന് വിറച്ചത് നേരം ചെറുഞാണൊലി കേട്ട് കോപിച്ചു നിശാചരി പെരികേ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ട് രാമബാണം ഭാരതിൽ മല ചിറകറ്റ് വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായ ഒരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ.
കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്ത് യാത്രയും തുടങ്ങിനാരാസ്ഥയ പുനർകാലേ സിദ്ധാശ്രമം വിശ്വാമിത്രരുടെ മുന്നിൽ മുഖ്യന്മാരെ ഏറ്റുവന്ദിച്ചാൽ നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സത്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമ ഭവാൻ ദീക്ഷയ്ക്കയാകുമിനി താപം കൂടാതെ ഭക്ഷിച്ചിടുവൻ ഏതു ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ട് ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചത് കൗശികനത് കാലം ആഗമിച്ച് നക്തഞ്ചരന്മാർ പടയോടും മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കിൽ നിന്നും അത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാര നേരം പാരാതരണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നി സുബാഹുവാം അവനെ ഒരു ശരം അന്തേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചിന്നിതു രാമബാണം പിന്നാലെ കൂടെ ഹിനനായേറിയൊരു യോജന പാഞ്ഞാണവൻ അർണവം തന്നിൽ ചെന്ന് വീണു രാമബാണം അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ല അവനെന്നെ രക്ഷിക്കണമെന്ന ഭയം പൊക്കിയിടാൻ ഭക്തവത്സരൻ അഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാൻ എന്ന് തുടങ്ങി മാരീചനും. പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവദുന്ദുഭികളും ഘോഷിച്ചത് നേരം യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തക്ഷണേ കൂപ്പിസ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടുപുണർന്ന ശ്രീപൂർണാർദ്രാകുലനേത്രപത്മങ്ങളോട് മുത്സംഗയെ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചതു വാത്സല്യത്താൽ 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചതു. കൗശികനവരുമായി അരുൾ ചെയ്തു 4-ാം ദിവസം പുണ്യമുനി അരുതുവൃഥാകാലം കളകുന്നുള്ളതേതും ജനകമഹീപതി തന്നുടെ മഹായജ്ഞം ഇനി വൈകാതെ കാണുവാൻ പോകുന്ന മത്സന്മാരെ ചൊല്ലഴും ത്രയ്യംബകമാകിന മാഹേശ്വരവില്ലുണ്ട് വിദേഹരാജ്യത്തിങ്കിലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമിവാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം ക്ഷോണിപാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനൂരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണം അരുൾ ചെയ്ത് ഭൂപതി ബാലന്മാരും കൂടെ പോയി. വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭപൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദഫലത കുസുമഫലങ്ങളാൽ സർവമോഹനകരം ചെന്നു സഞ്ചയഹീനം കണ്ടു കൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനും ഈ വണ്ണം അരുൾ ചെയ്തു. ആശ്രമപദം ഇതാർക്കുള്ളൂ മനോഹരം ആശ്രയോഗ്യം നാനാജന്തു സംഗീതം താനും എത്രയും ആഹ്ലാദമുണ്ടായത് മനസ്സിമേ തത്വം എന്തെന്നരുൾ ചെയ്യണം തപോനിധേ. അഹല്യാമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനുമൊരു ചെയ്തു പന്നകശായി വരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവർത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കൽ അത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായ ഒരഹല്യ ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമുനീന്ദ്രന് കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ട് ഭാര്യാവർത്തകന്മാരായവർ ഭർത്തു ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ട് എത്രയും പ്രസാദിച്ചു ഗൗതമുനീന്ദ്രനും തങ്ങളുടെ പത്നിയായ ഒരഹല്യയോടും ചേർന്ന് പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായ ഒരഹല്യാരോപം കണ്ടു ദുഷ്ട്യവനും കുസുമായുധവശനായാൻ ചെന്തൊണ്ടി വായുമലരും പന്തൊക്കും മുലകളും ചന്തമേറിയലും തുടക്കാമ്പും ആസ്വദിപ്പതിൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതവകൻ. ചെന്താർ ബാണാർത്തി കൊണ്ട് സന്താവ് മുഴക്കിയാൽ സന്തം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം ചിന്തിച്ചനങ്കാന്ധനായി വന്നാണല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും അതിലിപ്പോൾ അന്തരം വരാതെയൊരന്തരം എന്തെന്ന് തോർത്തു. ലോകേശാത്മജ സുതന്ത്രനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്തിയാമാതീങ്കൽ സന്ധ്യാവന്ദനത്തിന് ഗോതവൻ പോയ നേരം അന്തരാ പൊക്കാൻ ഉടജാന്തരേ പരവശാൽ. സുത്രാമാവഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും മിത്രൻ തന്നെ ഉദയമൊട്ടടുത്തിയിലെന്ന് കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്ത് കാണായി വന്നു. വൃത്ര ആരാധിക്കുമെന്ന് ശ്രേഷ്ഠനെ ബലാൽ അപ്പോൾ വിത്രസ്തനായ എത്രയും വേവതം കൊണ്ടുതാൻ നിന്നൊരൂപം തന്നോട് രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ട് മുനീന്ദ്രനും നില്ലാരാകുന്ന എന്തി ദുഷ്ടാത്മാവെ ചൊല്ലെന്നോട് നീയെല്ലാം പരമാർത്ഥം വല്ലാതമരൂപം കൈക്കൊള്ളുവാൻ എന്തുമൂലം നിർലജ്ജനായ ഭവാനേതിൽ മഹാഭാവി സത്യം എന്നോട് ചൊല്ലീട്
അറിഞ്ഞാനല്ലോ വൃത്താന്തം പറയായികൾ ഭസ്മമാക്കുവേണിപ്പോൾ. ചൊല്ലിനാനേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനാകിയ കാമകിങ്കരണഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിത് മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനി സഹിച്ചീടുക ചെയ്യ ദുഷ്കർമ്മഫലമെല്ലാം. താപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാചരവമകം പുക്കപ്പോൾ അഹല്യയും വേവധു പൂണ്ടു നിൽക്കുന്നത് കണ്ട് അരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ, കഷ്ടം എത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം. ദുഷ്കൃതമൊടുങ്ങുവാൻ ഇതിന് ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളോ ഒരു ദുർധന മഹാവ്രതം. കാമകിങ്കരേ ശിലാരൂപവും ധൈക്കൊണ്ട് നീ രാമവാദാബ്ജം ധ്യാനിച്ചോടെ വസിക്കണം. നീഹാരാതപ വായുവർഷാദികളും സഹിച്ച ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായവരാ. കാനനദേശേ മതിയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യ സംവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനുപരിചനം. രാമവാദാം ഭോജസ്പർശമുണ്ടായി ഇടുന്ന ആൾ തീരും നിന്ദുരിതങ്ങളെല്ലാം. അറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ടു ഗോപിനാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്ന് ഭൂതമാനസേയാലെന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു. മുനി ഹിമവൽ പാർശ്വം പൊക്കാൻ അന്നു തൊട്ടിവിടെ വാണിയിടിനാളഹല്ലിയും നിൻ തിരുമലരടിച്ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ ചിന്താമണി. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസ്സുടമൂടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമപത്നിയുടെ കൽമഷമശേഷവും ദൃഢപാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം ഇന്ന് തന്നെ നിർബലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. ഗാന്ധി നന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശുതർ കൈയും പിടിച്ചുടഞ്ഞാങ്കണം പുക്കാൻ ഉഗ്രമാം തപസ്സുടമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്ന് കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്ന് പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായി അഹല്യയ്ക്കും വന്നതൊരാനന്ദം ഏതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറ് സോദരനോടും താപനാശനകരനായ ഒരു ദേവൻ തന്നെ ചാവബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവത്സത്തോടും സുസ്മിതഭക്തരത്തോടും ശ്രീവാസാംബുജ ദലസന്നിഭനേത്രത്തോടും വാസവനീലമണി സംകാശഗാത്രത്തോടും വാസവാദ്യം അരൗഘവന്ദിതപാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി അഹല്യയ്ക്കും തരുണഭർത്താവായ ഗൗതമതപോധരൻ തന്നോട് മുന്നം ഉര ചെയ്തതും ഓർത്താളപ്പോൾ നിർണയം നാരായണൻ താനു ജഗന്നാഥൻ അർണോജവിലോചനൻ പത്മജാ മനോഹരൻ ഇഥമാത്മനി ചിന്തിച്ചുദ്ധാനവും ചെയ്തു ഭക്തിയാ സത്വരമർഖ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നിട്ട് നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കൽ ഏറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു ഒരഞ്ജലി ബന്ധത്തോടും വ്യക്തമായ ഒരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗതവർണ്ണത്തോടും അദ്വയനായോർ അനാദ്യ സ്വരൂപനെ കണ്ട് സദ്യോജാതാനന്ദാബ്ധിമഗ്നിയായി സ്തുതി ചെയ്താൾ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. മംഗളം ഭഗവാൻ വിഷ്ണുർമംഗളം മധുസൂദന മംഗളം പുണ്ടരീകാക്ഷോ മംഗളം ഗരുഡധ്വജ മംഗളം കോസലേന്ദ്രായ
മഹനീയ ഗുണാബ്ധയെ ചക്രവർത്തിതനുജായ സാർവഭൗമായ മംഗളം. വേദവേദാന്ത്യവേദായ വേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. വിശ്വാമിത്രാന്തരംഗായ മിഥിലാനഗരീപതി ഭാഗ്യാനാം പരിഭാഗായ ഭവ്യരൂപായ മംഗളം. പിതൃഭക്തായ സതതം ഭ്രാതൃഭിः സഹ സീതയാ നന്ദിതാഖിലലോകായ രാമചന്ദ്രായ മംഗളം. കായേന വാചാ മനസേന്ദ്രിയർവം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദൃത്സകലം പരസ്മൈ നാരായണേതി സമർപ്പയാമി. നാരായണേതി സമർപ്പയാമി. മംഗളം ഭഗവാൻ വിഷ്ണുർമംഗളം മധുസൂദന മംഗളം പുണ്ടരീകാക്ഷോ മംഗളം ഗരുഡധ്വജ മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയെ ചക്രവർത്തിതനുജായ സാർവഭൗമായ മംഗളം. വേദവേദാന്ത്യവേദായ വേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. വിശ്വാമിത്രാന്തരംഗായ മിഥിലാനഗരീപതി ഭാഗ്യാനാം പരിഭാഗായ ഭവ്യരൂപായ മംഗളം. പിതൃഭക്തായ സതതം ഭ്രാതൃഭിः സഹ സീതയാ നന്ദിതാഖിലലോകായ രാമചന്ദ്രായ മംഗളം. കായേന വാചാ മനസേന്ദ്രിയർവം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദൃത്സകലം. மாடுமேக்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். 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 காய்ச்சின பால் தரே கக்கண்டு சீனி தரே. காய்ச்சின பால் தரே கக்கண்டு சீனி தரே. கை நிறைய வெண்ணெய் தர வெயிலிலே போக வேண்டாம். காய்ச்சின பால் தரே கக்கண்டு சீனி தரே. கை நிறைய வெண்ணெய் தர வெயிலிலே போக வேண்டாம். மாடு மேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். மாடு மேய்க்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். காய்ச்சின பால் வேண்டாம் கல்கண்டு சீனி வேண்டாம். காய்ச்சின பால் வேண்டாம் கல்கண்டு சீனி வேண்டாம். உல்லாசமாய் மாடு மேய்த்து ஒரு நொடியில் திரும்பிடுவேன். உல்லாசமாய் மாடு மேய்த்து ஒரு நொடியில் திரும்பிடுவேன். காய்ச்சின பால் வேண்டாம் கல்கண்டு சீனி வேண்டாம். உல்லாசமாய் மாடு மேய்த்து ஒரு நொடியில் திரும்பிடுவேன். போக வேண்டும் தாயே தடை சொல்லாதே நீயே. போக வேண்டும் தாயே தடை சொல்லாதே நீயே. யமுனா நதி கரையில் எப்பொழுதும் கள்வர் பயம். யமுனா நதி கரையில் எப்பொழுதும் கள்வர் பயம். கள்வர் வந்து உன்னை அடித்தால் கலங்கிடுவாய் கண்மணியே. கள்வர் வந்து உன்னை அடித்தால் கலங்கிடுவாய் கண்மணியே. யமுனா நதி கரையில் எப்பொழுதும் கள்வர் பயம். கள்வர் வந்து உன்னை அடித்தால் கலங்கிடுவாய் கண்மணியே. மாடு மேய்க்கும்
எல்லாம் சொன்னேன். கள்வனுக்கோ கள்வருண்டோ, கள்வனுக்கோ கள்ளருண்டோ, கண்டதுண்டோ சொல்லும் அம்மா. கள்வனுக்கோ கள்ளருண்டோ, கண்டதுண்டோ சொல்லும் அம்மா. கள்வர் வந்து என்னை அடித்தால் கண்ட துண்டம் செய்திடுவேன். கள்வர் வந்து என்னை அடித்தால் கண்ட துண்டம் செய்திடுவேன். கள்வனுக்கோ கள்ளருண்டோ, கண்டதுண்டோ சொல்லும் அம்மா. கள்வர் வந்து என்னை அடித்தால் கண்ட துண்டம் செய்திடுவேன். போக வேண்டும் தாயே, தடை சொல்லாத நீயே. సంభాషణం పాళి నిహరణం సముద్రతరణం గంగాపురి దేవనం పచ్చ రావణ కుంభకర్ణ మరణం ఏదో స్లోగన్ రావాలి.